നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 ഇതാ അവസാനിക്കുന്നു. 2026 നമ്മൾ കാത്തിരിക്കുന്നത് വേൾഡ് കപ്പാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികളൊക്കെ ഇപ്പോൾ ഫിക്സർ നിർണയ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത വേൾഡ് കപ്പ് ആര് നേടും? പല വിധത്തിൽ അതിൻ്റെ അനാലിസിസുകളിലാണ്. അതുപോലെ AI ചോദിക്കുന്നു. ഇപ്പോഴിതാ ഗൂഗിളിൻ്റെ ജെമിനായി AI അടുത്ത വേൾഡ് കപ്പ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വേൾഡ് കപ്പ് അതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്തപ്പം AI സോഫ്റ്റ്വെയർ കൊടുക്കുന്നൊരു റിസൾട്ടാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പ്രഡിക്ഷൻ്റെ ഭാഗമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു, അനലൈസ് ചെയ്യുന്നു. വേൾഡ് കപ്പ് വരെ ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. ആളുകളുടെ പ്രവചനങ്ങൾ, ഇങ്ങനെ AIയുടെ പ്രവചനങ്ങൾ, സൂപ്പർ കമ്പ്യൂട്ടർ എന്ത് പറയുന്നു, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താ ലോജിക്കെന്ന് ചോദിച്ചാൽ അങ്ങനെ ലോജിക്കൊന്നുമില്ല, മറിച്ച് ഫുട്ബോളിൻ്റെ ആവേശമാണത്. ഇതൊക്കെ ചേരുമ്പോഴാണ് ഫുട്ബോൾ ഇത്രയും മനോഹരമാകുന്നത്. ഏതായാലും നമ്മളിന്ന് പരിശോധിക്കുകയാണ് എന്ത് റിസൾട്ടാണ് TYC സ്പോർട്സിന് ജെമിനായി കൊടുത്തിരിക്കുന്നത് എന്ന്. 32 ടീമുകളുണ്ടായിരുന്ന വേൾഡ് കപ്പിൽ നിന്ന് 48 ടീമുകളുള്ള പുതിയ രൂപത്തിലുള്ള വേൾഡ് കപ്പാണ്. അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത്, ഗ്രൂപ്പ് സ്റ്റേജിൽ വലിയ സർപ്രൈസുകളൊന്നുമില്ല. പ്രധാനപ്പെട്ട ടീമുകളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ടീമുകൾ, ബൊളീവിയ ഈ പ്ലേ ഓഫ് കടന്ന് വേൾഡ് കപ്പിന് എത്തുമെന്ന പ്രഡിക്ഷനിൽ പറയുകയാണ്. എല്ലാ ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് കടക്കും, അതായത് റൗണ്ട് ഓഫ് 32 കടക്കും. ദെൻ അർജന്റീൻ ദേശീയ ടീമിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ അൺഇവൻഫുള്ളാണ്. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കപ്പെട്ട തരത്തിൽ തന്നെയായിരിക്കും. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെയുള്ള പോരാട്ടം അനായാസം വിജയിക്കുകയായിരുന്നു. 2-0 വിജയമാണ്. ഹുലിയൻ ആൽവേരസിൻ്റെയും അലക്സിസ് മെക്കലിസ്റ്ററുടെയും ഗോളുകളായിരിക്കും അർജന്റീനയെ വിജയത്തിലേക്ക് കൊണ്ടുപോവുക എന്നാണ് AI പറയുന്നത്. അടുത്ത മത്സരം വളരെ ടഫായിരിക്കും. ഓസ്ട്രിയക്കെതിരെ, അത് സമനിലയിൽ അവസാനിക്കും. ലൗട്രോയുടെ ഒരു ബ്രില്യൻ പെർഫോമൻസ് അർജന്റീനയ്ക്ക് ഗുണകരമാകുമെന്നാണ് പ്രഡിക്ഷൻ. ആദ്യം മാർസൽ സാബിറ്റ്സറിലൂടെ ലീഡ് എടുക്കുന്നത് ഓസ്ട്രിയ ആയിരിക്കും. പക്ഷേ ലൗട്രോ മാർട്ടീനസ് കളിയുടെ അവസാന ഘട്ടത്തിൽ ഈക്വലൈസ് ചെയ്യും. അങ്ങനെ മത്സരം 1-1 സമനിലയിൽ അവസാനിക്കും. എന്നാൽ അടുത്ത മത്സരം ജോർദനെതിരെ മികച്ച വിജയം അർജന്റീന നേടും. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് വിജയിക്കുമെന്നാണ് ജെമിനായി പറയുന്നത്. അതിൽ ലയണൽ മെസ്സി, എൻസോ ഫെർണാണ്ടസ്, ഫ്രാങ്കോ മസ്റ്റൻഡൂനോ എന്നിവരൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ടാകും എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ അർജന്റീന അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 32 പോകും. റൗണ്ട് ഓഫ് 32 ഉറുഗ്വായ്ക്കെതിരെയായിരിക്കും അർജന്റീനയുടെ മത്സരം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അർജന്റീന വിജയിക്കും എന്നാണ് പ്രഡിക്ഷൻ. റോഡ്രിഗോ ഡീപോളും ഹുലിയൻ ആൽവരസുമായിരിക്കും അവരുടെ ഗോളുകൾ കണ്ടെത്തുക. എന്നാൽ ഈ റൗണ്ട് ഓഫ് 32 ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു മത്സരം നെതർലൻഡ്സും മൊറോക്കോയും തമ്മിലായിരിക്കും. അതിൽ മൊറോക്കോ അടുത്ത റൗണ്ടിലേക്ക് കടക്കും, നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തും എന്നും പ്രഡിക്ഷനുണ്ട്. കൂടാതെ തന്നെ ഗുസ്താവോ അൽഫേരയുടെ ഗൈഡൻസിൽ പരാഗ്വെ ഇറ്റലിയെ പെനാൽറ്റീസിൽ പരാജയപ്പെടുത്തുമെന്നും നോർവേ മെക്സിക്കോയെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നും AI പറയുന്നു. അതിനുശേഷം വേൾഡ് ചാമ്പ്യൻസ്, റീഗെയിനിങ് വേൾഡ് ചാമ്പ്യൻസ് ആയ, നിലവിലെ വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീന അവരുടെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരുടെ എതിരാളികളായിട്ട് തുർക്കിയെ ആയിരിക്കും വരിക. 4-1 തുർക്കിയെ പരാജയപ്പെടുത്തും. ഹുലിയൻ ആൽവരസും ലൗട്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും ലയണൽ മെസ്സിയുമായിരിക്കും ഗോളുകൾ അടിക്കുക എന്നുകൂടി പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് ചെയ്യപ്പെടുന്ന മത്സരം പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന പോരാട്ടമായിരിക്കും. അത് ക്വാർട്ടർ ഫൈനൽസിൽ വരാനിരിക്കുന്നു. അതേസമയം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ട് ഓഫ് 16 മാച്ച് എന്ന് പറഞ്ഞാൽ ജർമ്മനി വേഴ്സസ് ഫ്രാൻസ് മാച്ച് ആയിരിക്കും. ഇത് ഒരു ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ഗെയിമായിരിക്കും. ദിദിയർ ദശാമിൻ്റെ ടീം 4-2 ജർമ്മനിയെ പരാജയപ്പെടുത്തി മുന്നോട്ട് കടക്കും. അതേസമയം സ്പെയിന് കൊളംബിയയെ പരാജയപ്പെടുത്തും, ബ്രസീൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തും, ഇംഗ്ലണ്ട് നോർവേയെ പരാജയപ്പെടുത്തും. അങ്ങനെ വേൾഡ് കപ്പിൽ അവരടുത്ത റൗണ്ടിലേക്ക് കടക്കും. ക്വാർട്ടർ ഫൈനൽസ് എന്ന് പറയുമ്പോൾ അത് സ്പെക്ടാക്കുലർ മാച്ചസിൻ്റെ ഒരു കൂട്ടമായിരിക്കും. 2022 സെമി ഫൈനലിൻ്റെ റീമാച്ചിൽ ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരവസ്ഥ. അന്ന് 2022 മൊറോക്കോയെ തോൽപ്പിച്ച പോലെ വീണ്ടും
ഫ്രാൻസ് മൊറോക്കോയെ പരാജയപ്പെടുത്തി അടുത്ത റൗണ്ടിലേക്ക് സെമി ഫൈനലിലേക്ക് അവർ കടക്കും. അതേസമയം സ്പെയിന് അവരുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും, ബെൽജിയത്തെ പരാജയപ്പെടുത്തും. അതേസമയം കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോരാട്ടം അർജൻറ്റീനയ്ക്ക് പോർച്ചുഗലുമായിട്ട് നേരിടേണ്ടി വരും. 1-0. പക്ഷേ എക്സ്ട്രാ ടൈമിൽ ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളിൽ അർജൻറ്റീന വിജയിച്ച് കയറുമെന്നാണ് ജെമിനായി പറയുന്നത്. അതേസമയം ബ്രസീൽ ഇംഗ്ലണ്ടിനെ വളരെ ഹൈ ലെവൽ എൻകൗണ്ടറിൽ 2-1 പരാജയപ്പെടുത്തി ബ്രസീലും സെമി ഫൈനലിലേക്ക് കടക്കും. പിന്നീടാണ് പോരാട്ടങ്ങൾ, സെമി ഫൈനൽ പോരാട്ടങ്ങളിൽ ബ്രസീലിൽ അർജൻറ്റീന പോരാട്ടം വരുന്നു. അത് തീർച്ചയായിട്ടും അർജൻറ്റീന ബ്രസീൽ പോരാട്ടം എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് സ്റ്റോപ്പിംഗ് മാച്ച് ആയിരിക്കും. റോഡ്രിഗോയുടെ ഗോളിന് ബ്രസീൽ മുന്നിലേക്ക് കടക്കും. പക്ഷേ ഹുലിയൻ ആൽവരസ് ഇമ്മീഡിയറ്റ്ലി ഈക്വലൈസ് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ ഒരിക്കൽ കൂടി ബ്രസീൽ ലീഡെടുക്കും. പക്ഷേ എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോളിൽ അർജൻറ്റീന സമനില പിടിക്കും. കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. ലൗട്രോ മാർട്ടിനസ് ഒരിക്കൽ കൂടി അർജൻറ്റീനയുടെ ഹീറോയാകുന്നു. വിന്നിംഗ് ഗോള് നേടിക്കൊണ്ട് 3-2 വിജയിച്ച് അർജൻറ്റീന ഫൈനലിലേക്ക് കടക്കുമെന്നാണ് ജെമിനായി പറയുന്നത്. എന്നാൽ മറ്റൊരു സെമി ഫൈനൽ മത്സരം ഫ്രാൻസും സ്പെയിനും തമ്മിലായിരിക്കും. വളരെ മികച്ച ഒരു പോരാട്ടം നടക്കും. എന്നാൽ ഒടുവിൽ 2-1 സ്പാനിഷ് ടീം വിജയിച്ച് കയറും. അതിനുശേഷം ഫൈനൽ മത്സരം ജൂലൈ 19 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അക്കോർഡിംഗ് ടു ജിംനായി മാച്ച് വളരെ മികച്ചൊരു പോരാട്ടമായിരിക്കും. 90 മിനിറ്റിലെ കളി അതിവേഗത്തിൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന നീക്കങ്ങളുണ്ടാവും. എന്നാൽ ലയണൽ മെസ്സിയുടെ പെനാൽറ്റിയിലൂടെ അർജൻറ്റീന ലീഡെടുക്കും ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ്. എന്നാൽ ഫെറാൻ ടോറസ് ഈക്വലൈസ് ചെയ്യുന്നു. മത്സരം 1-1 സമനിലയിലേക്ക്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഹുലിയൻ ആൽവരസ് വീണ്ടും ഗോളടിക്കുന്നു. ഒരു ലോഡ് ഡ്രിവൻ ഷോട്ട് ബോക്സിൽ നിന്ന് അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് അർജൻറ്റീനയ്ക്ക് 4ാമത്തെ ലോക കിരീടം നേടിക്കൊടുക്കും. എന്ത് മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഇത് എന്നാണ് അർജൻറ്റീന ആരാധകർ ചിന്തിക്കുന്നുണ്ടാവുക. ഇതിപ്പം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക. അങ്ങനെയാണ്, ജെമിനി ആണെങ്കിലും അത് ChatGPT ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അനാലിസിസുകളും ഇത്തരത്തിലുള്ള പ്രൊഡിക്ഷനുകളും ഒക്കെ ചേരുന്നതാണ് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ TYC സ്പോർട്സ് ജെമിനായി വെച്ച് അടുത്ത വേൾഡ് കപ്പ് സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് അർജൻറ്റീന വേൾഡ് കപ്പ് നേടുമെന്നാണ്. ആ വേൾഡ് കപ്പിലേക്കുള്ള പോക്കിലാവട്ടെ അവർ പോർച്ചുഗലിനെ തോൽപ്പിക്കും, അവർ ബ്രസീലിനെ തോൽപ്പിക്കും, അവർ സ്പെയിനിനെ തോൽപ്പിക്കും. അങ്ങനെ വമ്പൻ പോരാട്ടങ്ങളൊക്കെ കടന്ന് ഈ തവണ വീണ്ടും അർജൻറ്റീന കിരീടം ചൂടുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും